എന്നെ മോനക്ക് 4 വർഷം മുതൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മുമ്പിൽ കൈ നീട്ടിയിട്ടുണ്ട്, പിച്ചെടുത്തിട്ടുണ്ട്. പലരും ചികിത്സിക്കാതെ കൊണ്ടുപോയി ചാടാൻ പറയുന്നു. മോന് ചികിത്സ സുഖാമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇന്ന് ഭക്ഷണായിക്കൊണ്ട് പോയി ഞാൻ സ്വപ്നത്ത് പോലെ കണ്ടില്ല. എനിക്കിപ്പോ ട്യൂമർ ക്യാൻസർ ഒക്കെയായി. എത്ര ആളോട് ചോദിച്ചു, പക്ഷെ എങ്ങനെ പറയണമെന്നറിയില്ല. അത്രയും ചില മോൻക്ക് അസുഖം വന്ന് ഞങ്ങള് മറ്റുള്ളവരുടെ മുമ്പിൽ പിച്ചെടുത്ത് നടന്ന് നിരക്കെത്തി മോന് സുഖാക്കി ഞങ്ങളൊന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെന്ന് പറയുമ്പോ എന്റെ ഏട്ടൻ ഭർത്താവിന് പോലെ ക്യാൻസർ ട്യൂമറാണ്. ഞങ്ങക്ക് വേറെ രീതി ഇല്ല. ഇപ്പൊ എന്നെ മൊത്തം രക്ഷിച്ചേരുന്ന ആരും ഇതാക്കി ഞങ്ങളെനക്ക് എന്റെ ഭർത്താവ് എന്നെ കുഞ്ഞിനൊന്ന് രക്ഷപ്പെടുത്തി തരുന്നത് മാത്രമേ അപേക്ഷയുള്ളൂ. ഞങ്ങള് ആശ്രമത്തിലിടാൻ വേണ്ടിട്ട് ഇന്നലെ പറഞ്ഞു. ഞങ്ങൾക്ക് അതുപോലത്തെ വിധി വരരുതെന്ന് മാത്രം നിങ്ങളോട് കൈത്തൊഴുതി പ്രാർത്ഥിക്കുന്നു. രണ്ടാളുടെയും ജീവിതത്തിലോട് തിരിച്ചു ജീവിക്കണം ഒത്തിരി ആഗ്രഹമാണ്. ഞങ്ങൾ അതിനെ സഹായിച്ച് രക്ഷപ്പെടുത്തി തരുന്നത് മാത്രമേ അപേക്ഷ, വേറെ ഒന്നും പറയാൻ എനിക്ക് അറിയില്ല. കാറ്റുനോട്ടുണ്ട് മോന, ഇവന് വിട്ടുകൊടുക്കാൻ, ഇവനൊന്ന് രക്ഷപ്പെടുത്തി തരുന്നതിന് മാത്രം ആഗ്രഹം. അതൊന്ന് എല്ലാവരും എന്നെ കൈവിടരുത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒന്ന് അയച്ചു നൽകണം. തൻ്റെ പൊന്നു മകന് വേണ്ടിയിട്ട് ഓരോ വെള്ളിയാഴ്ചകളിലും സഹായം ചോദിച്ച് ഓരോ പള്ളിമുറ്റത്തും പോയി നിൽക്കുന്ന ഒരവസ്ഥ. മരുന്ന് വാങ്ങാനാ പ്രിയപ്പെട്ടവരെ. തൻ്റെ കുഞ്ഞനുഭവിക്കുന്ന വേദന കണ്ട് ഹൃദയം തകർന്ന് അനുഭവിച്ച് കഴിയുന്ന ഈ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കാണണം. മരുന്നിന് പോലും പണമില്ലാതെ 5 വയസ്സുകാരനായ ഇഷാൻ എന്ന കുഞ്ഞു മാലാക അനുഭവിക്കുന്ന വേദന കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്നിങ്ങനെ കഴിയുമ്പോൾ നമ്മളല്ലാതെ ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേറെ ആരുമില്ല. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് അവസാന ഈ നിമിഷം നിങ്ങൾക്ക് മുന്നിൽ ഈ മാതാപിതാക്കൾ തന്റെ പൊന്നുമോനെയും കൊണ്ട് വന്നിട്ടുള്ളത്. മാരകമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇന്ന് ചികിത്സയ്ക്ക് ആവശ്യമായ 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാ കാരുണ്യ ലോകത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന മോഹനൻ എന്ന് പറയുന്ന